ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ പലതരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. മാത്രമല്ല നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് നിരവധി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുണ്ട്. അത് കൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അയച്ചിരുന്ന ലിങ്കുകൾ വഴി ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതൊന്നും പ്ലേ സ്റ്റോറിൽ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത് പല പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മുടെ പാസ്വേഡുകൾ അവർ ചോർത്തി കൊണ്ടുപോകുക, അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ അതിലേക്ക് വന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുക. പിന്നെ മാത്രമേ നമ്മുടെ രഹസ്യങ്ങളൊക്കെ അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഏത് ആപ്ലിക്കേഷൻ എന്ന് മനസ്സിലാക്കി വേഗം അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപ് എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന കുറെ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം, നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം, ആപ്പ് മാനേജ്മെന്റിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാം. അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, ചിലതൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് അയച്ചിരുന്നൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ നമ്മൾ ആപ്പ് മാനേജ്മെന്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പല ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ ആപ്ലിക്കേഷനെ കൊണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ, അതായത് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഗൂഗിൾ കയറി കഴിഞ്ഞാൽ, അതായത് നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതാണെന്നുള്ളത് നോക്കുക. അത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഏത് ഇമെയിൽ ID ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. കാരണം പലർക്കും കുറേ ഇമെയിൽ IDകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ഇമെയിൽ ID ആണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ നോക്കി വെക്കുക. കാരണം ഈ ഒരു ഇമെയിൽ ID ആണെങ്കിൽ അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓൾ സർവീസസ് എന്ന് പറയുന്നത്, അതായത് ഗൂഗിളിന്റെ എല്ലാ സർവീസുകളും എന്നുള്ള രീതിയിലാണ് ഓൾ സർവീസസ് വരുന്നത്. അത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് കുറെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണാം. അതായത് ഇവിടെ കണ്ടില്ലേ, സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ്, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ആ സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ IDന്റെ പ്രൊഫൈൽ മേലെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. ആ കണക്റ്റഡ് ആപ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതായത് നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ടുള്ള നമ്മുടെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആരാണ്, അല്ലെങ്കിൽ ഏതെല്ലാം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ ഏതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഈ തേർഡ് പാർട്ടി കീപ്സ് ട്രാക്ക് യുവർ കണക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് 7 ആപ്ലിക്കേഷൻസ്, നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഗൂഗിൾ വഴി നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിളിൽ 7 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ആപ്പുകൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ, പരസ്യങ്ങൾ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും നമുക്ക് തീരെ വേണ്ടാത്തതാണ്, നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെ ശല്യപ്പെടുന്നതാണെങ്കിൽ നമ്മൾ ഇതിലൊന്ന് നോക്കി നോക്കുക, ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വന്ന് പെട്ടതെന്നുള്ളത്. അതിന്റെ മേലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഏതാണ് നമുക്ക് ഇതിലൊന്ന് ആദ്യം നിങ്ങൾ നോക്കുക. ഇത് ഞാൻ എൻ്റെ ഫോണിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ നോക്കി നോക്കിയാൽ ഇവിടെ കണ്ടില്ലേ, ഇത് എനിക്ക് വേണ്ട, ഇത് അനാവശ്യമായിട്ട് വന്നതാണെങ്കിൽ ജസ്റ്റ് അതിന്റെ മേലെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കീപ് ട്രാക്ക് യുവർ കണക്ഷൻ വിത്ത്. കണ്ടില്ലേ, ഇത് ഗൂഗിൾ വഴി ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മളെ കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ഓൾ കണക്ഷൻ വിത്ത് യുവർ, കണ്ടില്ലേ, യു ഹാവ് വിത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷന്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ആ ഏരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത നമ്മുടെ കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഡാറ്റ കൊണ്ടുപോകുന്ന നമ്മുടെ പാസ്വേഡ് എല്ലാം കട്ടുകൊണ്ടുപോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അത് ഓരോ ഫോണിലും ഓരോ രീതിയിലാണ് വരുന്നത്. നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇതുപോലെ വന്ന് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പെട്ടെന്ന് നോക്കി നോക്കുക. നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതേപോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഏതൊക്കെ നിങ്ങളിൽ അനാവശ്യമായിട്ട് വന്ന് കിടക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ അടിച്ചുവിടപ്പോൾ കണ്ടില്ല 6 എണ്ണമായി. ടോട്ടൽ നേരത്തെ 7 ആയിരുന്നു കാണിച്ചിരുന്നത്. അതേപോലെ ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇനി മറ്റേതെങ്കിലും ഇതേപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഈ ബുക്ക് മൈ ഷോ ഒന്നും നമ്മൾ ഉപയോഗിക്കാത്തതാണ്. ഇതുവഴിയൊക്കെ നമ്മുടെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ. ഉപകാരമില്ലാത്ത നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നതാണെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ എത്ര തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങളതിൽ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ളതെന്നുള്ളത്. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നേരെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിൽ കയറിയിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. ഉടൻ തന്നെ ചെയ്തു നോക്കുക. നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്.